വയനാട് പുൽപ്പള്ളിയിലെ നരഭോജി കടുവ കർണാടക ഡാറ്റാബേസിൽ ഉള്ളതാണോ എന്ന് പരിശോധിക്കുമെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും നിലവിൽ പുൽപ്പള്ളിയിൽ കണ്ടെത്തിയ കടുവ നിരീക്ഷണ പരിധിയിലാണെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത്. വനമന്ത്രി എ.കെ. ശശീന്ദ്രനാണ് അറിയിച്ചത്. വന്യമൃഗങ്ങൾ കൂടുതലായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. സംസ്ഥാനത്ത് RRT അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും ഇക്കാര്യത്തിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് പുൽപ്പള്ളിയിലെ നരഭോജി കടുവ കർണാടക ഡാറ്റാബേസിൽ ഉള്ളതാണോ എന്നുള്ള ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഇതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ആരംഭിച്ചു എന്നും എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കുന്നു. ജനവാസ മേഖലയിൽ കൂടുതലായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾ അല്പസമയം മുമ്പും ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. കടുവയെ പിടികൂടിയ വാർത്ത, പത്തനംതിട്ടയിലെ കടുവ, വയനാട്ടിലെ കടുവ, കാസർഗോഡ് ഒരു പുലി, അങ്ങനെ വന്യമൃഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരികയാണ്. അതിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോഴും വേറൊരു ചോദ്യം നിൽക്കുന്നത്, കാട്ടിലേക്ക് കയറിയല്ലേ, അല്ലെങ്കിൽ കാടടക്കി, അല്ലെങ്കിൽ കാട് പിടിച്ചല്ലേ ജനവാസ മേഖല ഉണ്ടായത് എന്നുള്ള ചോദ്യമൊക്കെ ഈ സമൂഹത്തിൽ അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, ആളുകൾക്ക് അപായമാകുന്നു. ആളുകളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം വരുന്നു മൃഗങ്ങളുടെ സുരക്ഷയും അല്ലെങ്കിൽ മൃഗങ്ങളുടെ ജീവനും ഒക്കെ തന്നെ വിലയുണ്ട്. പക്ഷേ ഏറ്റവും വിലയുള്ളത് മനുഷ്യൻ്റെ ജീവനാണെന്നുള്ളത് എടുത്തു പറയാം. അപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഇത്തരം വന്യമൃഗങ്ങളെ പിടികൂടുക, അല്ലെങ്കിൽ വലിയ അവർക്ക് പരിക്കുകളൊന്നുമില്ലാതെ അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് ഇറക്കി വിടുക. അതിനായി കൃത്യമായി ഡാറ്റാബേസ് ഉണ്ട്. കേരളത്തിനുമുണ്ട്, കർണാടകത്തിനുമൊക്കെ ആ ഡാറ്റാബേസ് ഉണ്ട്. ഇതിപ്പോൾ കർണാടകത്തിൻ്റെ ഡാറ്റാബേസിൽ ആ വയനാട്ടിലെ ആ നരഭോജി കടുവ ഉണ്ടോ എന്നുള്ള ഇത് പരിശോധിക്കുമെന്നാണ് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഈ ഒരു സമയം വ്യക്തമാക്കുന്നത്. ജനവാസ മേഖലയിൽ കൂടുതലായും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. സംസ്ഥാനത്ത് RRT അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം കൂടിയാണ്. ഇക്കാര്യത്തിൽ ധനമന്ത്രിയുമായി ഒരു ചർച്ച നടത്തുമെന്നും കൂടിയാണ് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്.